ഇവിടെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഈ നീളത്തിലുള്ള ചുള്ളിക്കമ്പ് ഒരുപാട് കാണുന്നുണ്ട്. എന്തിനാണ് ഇതിങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ये क्या है? टट्टी फट्टी का काम है, जैसे कि बांस का टट्टी होता है उसमें भी काम आता है, जलाने का भी काम आता है. വീട് കെട്ടാൻ ഈ ചുമരിൻ്റെ സൈഡിൽ വെച്ച് കെട്ടുമല്ലോ, അതിനു വേണ്ടിയിട്ടും കത്തിക്കാനുമാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. क्या नाम? ढैचा पर होता है, इससे बीज निकलता है. मूंग का दाल जो होता है ना, उसी तरीका का है. तो मूंग दूसरा चीज़ है. नहीं, इसके लिए कम करते हैं, जलाने के लिए ज़्यादा करते हैं. ഇതിങ്ങനെ ഒരു ധാന്യം കൂടി ഇതിൽ നിന്ന് കിട്ടും, പക്ഷേ വില കുറവാണ്. അതിന് വേണ്ടിയിട്ടല്ല, ഇത് വിറകിനും മറ്റ് വീട് കെട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് അധികം ഉപയോഗിക്കുന്നത്. പൂർണിയ കിഷൻഗഞ്ച് മേഖലയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ ചെടി ഉണക്കി കെട്ടി വെച്ചത് കണ്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടായിരുന്നൊരു വയലിലേക്ക് നമ്മൾ ഇറങ്ങിയത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് ഗുണമാണ് പ്രധാനമായിട്ട്. വീടുണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ വെച്ച് ഇതിനിടയിൽ ചില പനയോലകളും വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാവും ചുവരിന് പകരം. ഈ മേഖലയിൽ ആളുകൾക്ക് ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ കെട്ടി ഉണ്ടാക്കുന്ന ചുവരുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ ഇത് നന്നായി കൃഷി ചെയ്യുന്നുണ്ട്. ഈ വീടിൻ്റെ ചുവരുകൾക്ക് പകരം മാത്രമല്ല, അവർ കത്തിക്കാനും കൂടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃഷി ചെയ്താൽ നല്ല ലാഭമുണ്ട് കർഷകർക്ക്. ഈ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുമുണ്ട്. ശാസൻ मिला जुला के ठीक है, उतना भी बढ़िया नहीं है तो उतना भी घटिया नहीं है. हमारा आसपास में वैसा फैक्ट्री वैक्ट्री कुछ नहीं है, सबको बाहर जाना पड़ता है. टोटल आदमी को बाहर जाना पड़ता है. വലിയ ഫാക്ടറികൾ വേണം ബീഹാറിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. जब वोट होगा और गिनती होगा तब ये पता चलेगा. अभी तो आदमी कुछ पता नहीं, अपना मन का बात है कौन किसके तरफ जा रहा है. അപ്പോൾ ഈ വയലിൽ നിന്ന് നമ്മൾ യാത്ര തുടരുകയാണ്. വോട്ടർ സെക്യൂരിറ്റി ഡയറി അടുത്ത ഗ്രാമത്തിലേക്ക്, അതിനപ്പുറത്തുള്ള ഗ്രാമങ്ങളിലേക്ക്.